നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് മിക്സ് പ്രപ്പോർഷൻ ചൂസ് ചെയ്യുന്നതിന് എന്തൊക്കെയാണെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഏത് ടൈപ്പ് മിക്സ് പ്രപ്പോർഷൻ വേണം, അല്ലെങ്കിൽ ഏത് മിക്സ് പ്രപ്പോർഷനാണ് വേണ്ടത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെ ഫാക്ടറാണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത്, വർക്കബിലിറ്റി, തേർഡ് വൺ ഡ്യൂറബിലിറ്റി, fourth one is maximum size of aggregate, and fifth one is grading and type of aggregate, and sixth one is quality control. Okay, അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം. അതായത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിന് എത്രയാണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് വേണ്ടത്, അതിൻ്റെ ഹാർഡൻഡ് സ്റ്റേറ്റിൽ അതിൻ്റെ എത്ര ആയിരിക്കും അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് വേണ്ടത്, അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് വേണ്ടത്, മിക്സ് പ്രപ്പോർഷൻ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, കംപ്രസീവ് സ്ട്രെങ്ത് M20 ആണെങ്കിൽ വേണമെങ്കിൽ M20 Newton/mm² വേണമെങ്കിൽ നമ്മൾ M20 കോൺക്രീറ്റിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ M20 കോൺക്രീറ്റിൻ്റെ എത്രയാണ് അതിൻ്റെ മിക്സ് പ്രപ്പോർഷൻ എന്ന് വെച്ചാൽ 1:1.5:3 ആണെങ്കിൽ അത്രയായിരിക്കും നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് compressive strength. Characteristic strength is defined as the strength of the concrete below which not more than 5% of the test result are expected to fall. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ 28th ഡേയിൽ അതിന് അച്ചീവ് ചെയ്യുന്ന സ്ട്രെങ്ത്താണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ ക്യൂബ്സ് ഉണ്ടാക്കും. കോൺക്രീറ്റിൻ്റെ 150 mm by 150 mm by 150 mm സൈസുള്ള കോൺക്രീറ്റിൻ്റെ ക്യൂബ്സ് ഉണ്ടാക്കും. എന്നിട്ട് ആ ക്യൂബിനെ നമ്മൾ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ UTM വെച്ചിട്ട് അതിൻ്റെ കംപ്രസീവ് ടെസ്റ്റിംഗ് ചെയ്യും. എന്നിട്ടാണ് നമ്മളതിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട് ആർ എക്സ്പെക്റ്റഡ് ടു ഫാൾ. അതായത് നമ്മൾ ക്യൂബ്സ് ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ അതിൻ്റെ 5% കൂടുതലും 5%നേക്കാൾ കൂടുതൽ എന്താണ് 5%നേക്കാൾ കൂടുതൽ ടെസ്റ്റ് സ്പെസിമെന് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഇപ്പോൾ M20 ആണെങ്കിൽ 20 Newton/mm² കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് 20 ആണെന്ന് പറഞ്ഞെടുക്കാൻ പറ്റില്ല. ഓക്കെ, മോർ ദാൻ 5%നേക്കാൾ കൂടുതൽ 5% കൂടുതൽ ടെസ്റ്റ് റിസൾട്ട് ഫാളും ചെയ്യാൻ പാടില്ല, ഫെയിൽ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, it is the most important property of concrete and influences many other properties of hardened concrete. കോൺക്രീറ്റിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് 150 mm by 150 mm by 150 mm ക്യൂബ് പ്രിപ്പയർ ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ടെസ്റ്റ് റിസൾട്ട് ആർ എക്സ്പെക്റ്റഡ് ടു ഫാൾ. ഓക്കെ, അതിനകത്ത് 28 ഡേയിലെ സ്ട്രെങ്ത്താണ് കോൺക്രീറ്റിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. കോൺക്രീറ്റിൻ്റെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദ മീൻ കംപ്രസീവ് സ്ട്രെങ്ത് റിക്വയർഡ് അറ്റ് എ സ്പെസിഫിക് ഏജ് യൂഷ്വലി 28 ഡേ, നേരത്തെ പറഞ്ഞ പോലെയാണ് 28 ഡേയിൽ. ഡിറ്റർമൈൻ ദ നോമിനൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഓഫ് ദ മിക്സ്. അതായത് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്ര വേണം എന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മൾ അതിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, കോൺക്രീറ്റ് മിക്സ് പ്രപ്പോർഷൻ ചെയ്യുമ്പോൾ ദ അതർ ഫാക്ടർ എഫക്റ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അറ്റ് എ ഗിവൺ ഏജ് ആൻഡ് ക്യൂർഡ് അറ്റ് എ പ്രിസ്ക്രൈബ്ഡ് ടെമ്പറേച്ചർ ഇസ് ദ ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ. According to Abraham's law, the strength of fully compacted concrete is ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ടു ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. അതായത് കംപ്രസീവ് സ്ട്രെങ്ത്തിനെ എഫക്റ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കോമ്പാക്ഷനാണ്. എത്രമാത്രം കോമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോമ്പാക്ഷന് കംപ്രസീവ് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കോമ്പാക്റ്റഡ് ആണെങ്കിൽ ഇത് നല്ല കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എബ്രഹാംസ് ലോ എന്ന് പറയുന്നത് വാട്ടർ സിമെൻറ്റ് റേഷ്യോൻ്റെ സ്ട്രെങ്ത് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ലോ ആണ് എബ്രഹാംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്ട്രെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ടു വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുകയാണെങ്കിൽ സ്ട്രെങ്ത് കുറയും, വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുമ്പോൾ സ്ട്രെങ്ത് കുറയും, അല്ലെങ്കിൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറയുമ്പോൾ സ്ട്രെങ്ത് കൂടും. ഓക്കെ,
ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വായിച്ചു നോക്കുക. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് FCK എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചത്. ഒരു പാരാബോളിക് വേരിയേഷനാണ് ഉണ്ടാവുക. അതിനകത്ത് ഇപ്പോൾ മീൻ സ്ട്രെങ്ത് 40യും ഇതിൻ്റെ ഇവിടെ 30%ലാണ് കംപ്രസീവ് സ്ട്രെങ്ത് 30 Nm/mm² ആകുമ്പോഴാണ് 5% ഡിഫക്റ്റീവ് ആയിട്ടുള്ളത്. 5%-ൽ കൂടുതൽ അല്ല 5%-ൽ കുറവ് ടെസ്റ്റ് ചെയ്യുന്ന ക്യൂബ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിമെൻ നമുക്ക് സ്ട്രെങ്ത് കുറവ് തരുന്നത്. അപ്പോൾ അതിൻ്റെ 30 ആവും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് 30 Nm/mm² എന്ന് പറയാം. ഓക്കെ, ആ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക, അത്രയേ ഉള്ളൂ. ക്യൂബാണെങ്കിൽ 150/150 mm ക്യൂബിനകത്ത്, സിലിണ്ടർ ആണെങ്കിൽ നമ്മൾ 150 mm ഡയമീറ്ററും 300 mm ഹൈറ്റുള്ള സിലിണ്ടറാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നതാണ് വർക്കബിലിറ്റി. വർക്കബിലിറ്റി എന്ന് വെച്ചാൽ ദ ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി റിക്വയർഡ് ഡിപ്പെൻഡ്സ് ഓൺ 3 factors. There are the size of section to be concreted, section to be concreted, the amount of reinforcement and the method of compaction to be used. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ വർക്കിൻ്റെ വർക്കബിലിറ്റി എത്രയാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സെക്ഷനാണ് നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നത്. അതായത് സെക്ഷൻ തിൻ സെക്ഷനാണോ അല്ലെങ്കിൽ തിക്ക് സെക്ഷനാണോ, അതിൻ്റെ സെക്ഷൻ്റെ സൈസിന് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, തിൻ സെക്ഷൻ ആണെങ്കിൽ ഹൈലി വർക്കബിൾ ആയിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, കുറേ റീഇൻഫോഴ്സ്മെൻ്റ് ഉള്ള എമൗണ്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഹയർ ആണെങ്കിൽ അത് കോൺക്രീറ്റ് എന്തായിരിക്കണം, ഹൈലി വർക്കബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഏത് മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ ടു ബി യൂസ് ചെയ്യുന്നത്, നമ്മൾ ഏത് മെത്തേഡ് ഓഫ് കോമ്പാക്ഷനാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് വർക്കബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, for the narrow and complicated section with numerous corners or inaccessible parts, the concrete must have a high workability so that full compaction can be achieved with a reasonable amount of effort. ഓക്കെ, അതായത് കോംപ്ലിക്കേറ്റഡ് സെക്ഷൻസും അതുപോലെ തന്നെ നാരോ സെക്ഷനൊക്കെ ഉള്ളതാണെങ്കിൽ ഹൈലി വർക്കബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് വേണം. ദിസ് ഓൾസോ അപ്ലൈസ് ടു ദ എംബീഡഡ് സ്റ്റീൽ സെക്ഷൻ. ഡിസൈർഡ് വർക്കബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ കോമ്പാക്റ്റിംഗ് എക്യുപ്മെൻറ്റ് അവൈലബിൾ അറ്റ് ദ സൈറ്റ്. അതുപോലെ തന്നെ വർക്കബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതിന് എക്യുപ്മെൻറ്റ്സ്, കോമ്പാക്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് ആക്ച്വലി ഇതിനകത്ത് വർക്കബിലിറ്റിനകത്ത്, നമ്മൾ വർക്കബിലിറ്റീനെ വർക്കബിലിറ്റിയും മിക്സ് പ്രപ്പോർഷൻ തീരുമാനിക്കുന്ന, മിക്സ് പ്രപ്പോർഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വർക്കബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ ഏത് സെക്ഷനാണ് കോമ്പാക്ട് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്രയാണ് അവരുടെ റീഇൻഫോഴ്സ്മെൻറ്റ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റിയാണ്. ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു എക്സ്റ്റേണൽ അഗ്രസീവ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ ആക്ഷൻ, അതിലുള്ള റെസിസ്റ്റൻസ് ആണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ദ അഗ്രസീവ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. High strength concrete is generally more durable than low strength concrete. High strength concrete എന്ന് പറയുന്നത് low strength concreteനേക്കാളും ഡ്യൂറബിൾ ആയിരിക്കും. In the situation when the high strength is not necessary but the condition of exposure are such that high durability is vital, the durability requirement will determine the water cement ratio also. ഓക്കെ, ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു അഗ്രസീവ് എൻവയോൺമെൻറ്റൽ കണ്ടീഷനാണ്. അപ്പോൾ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണെങ്കിൽ ലോ സ്ട്രെങ്ത് കോൺക്രീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡ്യൂറബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ഹൈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണെങ്കിൽ അതിന് ഡ്യൂറബിലിറ്റി എന്തായിരിക്കും, വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ ഡ്യൂറബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡ്യൂറബിലിറ്റി കൂടി കൺസിഡർ ചെയ്യണം. അതിൻ്റെ പ്രപ്പോർഷൻ, മിക്സ് പ്രപ്പോർഷൻ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്യൂറബിലിറ്റി കൂടി കൺസിഡർ ചെയ്യണം. അടുത്തൊരു ഫാക്ടറാണ് മാക്സിമം നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റിൻ്റെ സൈസ് കൂടുമ്പോൾ നമുക്കറിയാം, അഗ്രിഗേറ്റിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ സർഫേസ് ഏരിയ കുറവായിരിക്കും. അപ്പോൾ സർഫേസ് ഏരിയ കുറവാകുമ്പം വാട്ടർ കണ്ടൻറ്റും അതുപോലെ തന്നെ സിമെൻറ്റ് പേസ്റ്റിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. സിമെൻറ്റ് പേസ്റ്റിൻ്റെ എമൗണ്ട് കുറവെന്ന് പറയുമ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറയും. ഓക്കെ, അതായത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ അതിൻ്റെ സിമെൻറ്റ് പേസ്റ്റിൻ്റെ റിക്വേർഡ് ആയിട്ട് അതിന് ആവശ്യമുള്ള സിമെൻറ്റ് പേസ്റ്റിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ സിമെൻറ്റ് പേസ്റ്റിൻ്റെ എമൗണ്ട് കുറയുമെന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് എന്താണ്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ
വാട്ടർ കണ്ടൻറ്റും കുറയും. അങ്ങനെയാണ് കേട്ടോ. സിമെൻറ്റ് പേസ്റ്റിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ പേസ്റ്റിന് ആക്കാൻ ആവശ്യമായിട്ടുള്ള വാട്ടറിൻ്റെ എമൗണ്ടും കുറയും. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത് ഇവിടെ? ഇൻ ജനറൽ, ലാർജർ ദ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്, സ്മോളർ ഈസ് ദ സിമെൻറ്റ് റിക്വയർമെൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. Because the workability of concrete increases with increase in maximum size of aggregate. However, the compressive strength tends to increase with the decrease in size of aggregate. ഓക്കെ, അതായത് എന്താ പറയുകയെന്ന് വെച്ചാൽ അഗ്രിഗേറ്റിൻ്റെ സൈസും സിമെൻറ്റ് പേസ്റ്റിൻ്റെ എമൗണ്ടും എന്ന് പറയുന്നത്, സൈസ് കൂടുകയാണെങ്കിൽ സിമെൻറ്റ് പേസ്റ്റിൻ്റെ എമൗണ്ട് കുറയും. സിമെൻറ്റ് പേസ്റ്റിൻ്റെ എമൗണ്ട് കുറയുക എന്ന് പറയുന്നത് വാട്ടർ എമൗണ്ട് കുറയാമെന്നാണ് മീനിങ്. അതായത് പെർട്ടിക്കുലർ വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ സൈസ് കൂടുതലുള്ള അഗ്രിഗേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ സൈസ് കൂടുതലുള്ള അഗ്രിഗേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള സിമെൻറ്റിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. ഓക്കെ, പിന്നെ അഗ്രിഗേറ്റിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റിയും കൂടും. പക്ഷേങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? അഗ്രിഗേറ്റിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് കുറവായിരിക്കും. കംപ്രസീവ് സ്ട്രെങ്ത് ടെൻസ് ടു ഇൻക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ സൈസ് കുറയുമ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് കൂടും. ഓക്കെ, അപ്പം നമ്മൾ മെയിനായിട്ട് പറയുന്നത് IS 456ൻ്റെ അകത്ത് നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുക. നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ലാർജ് ആസ് പോസിബിൾ, ലാർജ് സൈസിൻ്റെ അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ലാർജ് സൈസിൽ അത് ഓരോന്നിനും ഓരോ ഗ്രേഡ് ഉണ്ട്. അതായത് നമ്മൾ RCC ആണെങ്കിൽ 20 mm പറ്റുള്ളൂ, PCC ആണെങ്കിൽ പിന്നെ RCCക്ക് 20 mm, PCC ആണെങ്കിൽ 40 mm സൈസ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യണം, അങ്ങനെ പറയുന്നുണ്ട്, കൂടുതൽ പറയുന്നുണ്ട്. ഓക്കെ, നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി ലാർജ് ആസ് പോസിബിൾ എന്നാണ് നമ്മൾ IS 456ഉം IS 1343 റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതെന്ന് വെച്ചാൽ സൈസ് കൂടുമ്പോൾ അതിന് വർക്കബിലിറ്റി കൂടുന്നു. ഓക്കെ, ഇനി അടുത്തത് ഗ്രേഡിങ് ആൻഡ് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ആണ്. ഗ്രേഡിങ് ആൻഡ് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്, ഗ്രേഡിങ് ആൻഡ് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ യൂണിഫോംലി ഗ്രേഡഡ് അല്ലെങ്കിൽ വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെക്കൊണ്ട് സ്ട്രെങ്ത്തും നമുക്ക് റിക്വയർഡ് വർക്കബിലിറ്റി ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഗ്രേഡിങ് ഓഫ് അഗ്രിഗേറ്റ് ഇൻഫ്ലുവൻസസ് ദ മിക്സ് പ്രൊപ്പോർഷൻ ഫോർ എ സ്പെസിഫൈഡ് വർക്കബിലിറ്റി ആൻഡ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. Coarser the grading, leaner will be the mix which can be used. Coarser the grading, leaner will be mix which can be used. Very lean mix is not desirable since it does not contain enough finer material to make the concrete cohesive. ഗ്രേഡിങ് ഓഫ് അഗ്രിഗേറ്റ് മിക്സ് പ്രപ്പോർഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോനെ വർക്കബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഗ്രേഡിങ് ഓഫ് അഗ്രിഗേറ്റ്. കോഴ്സർ ഗ്രേഡിങ് അഗ്രിഗേറ്റ് ആണെങ്കിൽ, കോഴ്സർ സൈസാണ് നേരത്തെ പറഞ്ഞു, കോഴ്സർ സൈസും സർഫേസ് ഏരിയ കുറയും, സോ സിമെൻറ്റ് കണ്ടൻറ്റ് കുറയും. അപ്പോൾ സിമെൻറ്റ് കണ്ടൻറ്റ് കുറച്ചാൽ ലീനർ മിക്സ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ വെരി ലീനർ മിക്സ് ആണെങ്കിൽ നമുക്ക് എന്താണ്, ലീനിയർ മിക്സ് ആണെങ്കിൽ അതിനകത്ത് കോൺക്രീറ്റിനെ കൊഹസീവ് മാസാക്കാൻ വേണ്ടിയിട്ടുള്ള, കൊഹസീവ് മെറ്റീരിയൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈൻ കണ്ടൻറ്റ് ഉണ്ടാവില്ല. ഫൈൻ കണ്ടൻറ്റിൽ എമൗണ്ട് വളരെ കുറവായിരിക്കും ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ, ദ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ഇൻഫ്ലുവൻസ് സ്ട്രോങ്ലി ദ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ ഫോർ ദ ഡിസൈർഡ് വർക്കബിലിറ്റി ആൻഡ് സ്റ്റിപ്പുലേറ്റഡ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. An important feature of satisfactory aggregate is the uniformity of the grading which can be achieved by mixing different fraction. അതായത് ഒരു ഗ്രേഡിങ് അഗ്രിഗേറ്റ് യൂണിഫോംലി ഗ്രേഡഡ് അഗ്രിഗേറ്റ് ആയിരിക്കണം. അതായത് ഡിഫറെൻറ്റ് ഫ്രാക്ഷൻസ് മിക്സ് ചെയ്തിട്ടുള്ള എല്ലാ സൈസിലുള്ള അഗ്രിഗേറ്റ്സ്, യൂണിഫോമിൽ മിക്സ് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ എല്ലാ സൈസിലുള്ള അഗ്രിഗേറ്റും മിക്സ് ചെയ്തിട്ടുള്ളൊരു അഗ്രിഗേറ്റ് ടൈപ്പ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, യൂണിഫോമിറ്റിയും ഗ്രേഡിങ് ഉണ്ടായിരിക്കും. യൂണിഫോമിറ്റിയും ഗ്രേഡിങ് വെച്ചാൽ എല്ലാ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, വെൽ ഗ്രേഡഡ് നമ്മളതിന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ ആണ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കൺട്രോൾ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കലി ബൈ ദ വേരിയേഷൻ ഇൻ ടെസ്റ്റ് റിസൾട്ട്. The variation in strength result from the variation in the property of the mixed ingredients and lack of control of accuracy in batching, mixing, placing, curing and testing. Lower the difference between the mean and minimum strength of the mix, lower will be the cement content required. The factor controlling this difference is termed as quality control. അതായത് നമ്മൾ
കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുമ്പോഴും മിക്സ് ചെയ്യുമ്പോഴും ക്യൂർ ചെയ്യുന്നതൊക്കെ എന്തിന് ഡിപ്പെൻഡ് ചെയ്യും? ആ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തത് ഇത്ര സ്ട്രെങ്ത് ആണെങ്കിലും നമ്മൾ അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ബാച്ചിങ്ങിൻ്റെ സമയത്തും മിക്സിങ്ങിൻ്റെയും പ്ലേസിങ്ങിൻ്റെയും ക്യൂറിങ്ങിൻ്റെയും ഒക്കെ സമയത്ത് നമ്മളെ നമ്മളതിനെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയുള്ളത് നമ്മളെ ടെസ്റ്റ് റിസൾട്ടിലെ എൻഡ് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഡിസൈൻ ചെയ്തതും ഈ എൻ്റെ മെയിൻ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് സ്ട്രെങ്ത്ത് നമ്മൾ വളരെ വേരിയേഷൻസ് കുറവായിരിക്കണം. അപ്പോൾ വേരിയേഷൻ കുറവാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി മിക്സ് പ്രപ്പോർഷൻ്റെ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത് മിക്സ് ഡിസൈൻ്റെ കാര്യത്തിൽ, അതാണ് അടുത്തത് പറയുന്നത്. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ മിക്സ് ഡിസൈൻ എന്നാണ് പറയുന്നത്. ദ ഗ്രേഡ് ഡെസിഗ്നേഷൻ ഗിവിങ് ദി ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് റിക്വയർമെൻറ്റ് ഓഫ് കോൺക്രീറ്റ്. അതായത് നമ്മൾ ഏത് ഗ്രേഡ് കോൺക്രീറ്റ് ആണ് വേണ്ടതെന്ന് ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, അത് കോൺക്രീറ്റിന് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്പ് ഓഫ് സിമെൻറ്റ് ഇൻഫ്ലുവൻസസ് ദ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സിമെൻറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അതിൻ്റെ സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. മാക്സിമം നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ് ടു ബി യൂസ്ഡ് ഇൻ കോൺക്രീറ്റ് മേ ബി ലാർജ് ആസ് പോസിബിൾ വിത്തിൻ ദ ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് IS 456. അഗ്രിഗേറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഗ്രിഗേറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് മാക്സിമം സൈസ് യൂസ് ചെയ്യുക. നമ്മൾ ആ കോഡിൽ പറഞ്ഞ ലിമിറ്റിനെ ബേസ് ചെയ്തിട്ട് മാക്സിമം സൈസ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, സിമെൻറ്റ് കണ്ടൻറ്റ് ഈസ് ടു ബി ലിമിറ്റഡ് ഫ്രം ശ്രിങ്കേജ്, ക്രാക്കിംഗ് ആൻഡ് ക്രീപ്പ്. യൂസ് ചെയ്യുന്ന സിമെൻറ്റ് കണ്ടൻറ്റ് ലിമിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രിങ്കേജും ക്രാക്കും ക്രീപ്സും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. Okay, workability of concrete for satisfactory placing and compaction is related to the size and shape of section, quality and spacing of reinforcement, and technique used for transportation, placing and compaction. Workability depend ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി എത്രയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യണം. നമുക്ക് എത്ര വർക്കബിളായിട്ടുള്ള കോൺക്രീറ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്യണം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. നമുക്ക് കോൺക്രീറ്റ് മിക്സ് പ്രപ്പോർഷനിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഡാറ്റ റിക്വയർഡ്? ഗ്രേഡ് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഗ്രേഡ് ഡെസിഗ്നേഷൻ വേണം. ടൈപ്പ് ഓഫ് സിമെൻറ്റ് വേണം, മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് വേണം, മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ്, മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ, പിന്നെ അതിൻ്റെ വർക്കബിലിറ്റി, പിന്നെ ഏത് കണ്ടീഷനാണ്, എക്സ്പോഷർ കണ്ടീഷൻ എന്താണ്, പിന്നെ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് കോൺക്രീറ്റ് അറ്റ് ദ ടൈം ഓഫ് പ്ലേസിങ്, പിന്നെ മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പ്ലേസിങ്, ഏർലി ഏജ് സ്ട്രെങ്ത് requirement, types of aggregate, maximum cement content, whether admixture is used or not, and the type of admixture. ഇതൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് മിക്സ് പ്രപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഓക്കെ, നമുക്ക് മിക്സ് ഡിസൈനിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിക്സ് ഡിസൈനിൽ നമ്മൾ യൂഷ്വലി നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ വേറെയും കുറേ മെത്തേഡ്സ് ഉണ്ട്. എന്തൊക്കെ മെത്തേഡ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ BIS മെത്തേഡ്, സെക്കൻഡ് വൺ ACI മെത്തേഡ്, തേർഡ് വൺ ഈസ് ആർബിട്രറി പ്രൊപ്പോർഷൻ, ഫോർത്ത് വൺ ഫൈനസ് മെത്തേഡ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് DOE മെത്തേഡ് ആൻഡ് DO മെത്തേഡ്, ദാറ്റ് ഇസ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് മിക്സ് ഡിസൈൻ ഡെവലപ്മെൻറ്റ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ്. അതാണ് 5 മെത്തേഡ്സ് മെയിനായിട്ട്. നമുക്കിതിൽ നിങ്ങളുടെ സിലബസിൽ 2 മെത്തേഡാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ BIS മെത്തേഡും അടുത്തത് ACI മെത്തേഡുമാണ്. ആ 2 മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ.